ഹായ് ഗുഡ് ഈവനിങ് ഓൾ. അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയ ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനായിട്ട് ഒരു ചെറിയ ഗോതമ്പ് ദോശ എടുക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ദിവസമായി നമ്മുടെ ദോശക്കല്ല് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ദോശക്കല്ല് നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പശത്ത് പോലെ വന്നു കഴിഞ്ഞാൽ ദോശ മര്യാദക്ക് വരില്ല. അതിനകത്തൊക്കെ ഒട്ടിപ്പിടിച്ച് ദോശക്കല്ല് ആകെ നാശമാകും. പിന്നെ നമ്മൾ സ്ക്രബ് ഇട്ട് ഉരക്കേണ്ടി വരും. സോ ഞാൻ എപ്പോഴും ദോശക്കല്ല് എടുക്കാൻ നേരത്ത് അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ ദോശക്കല്ല് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ചൂടാകാനായിട്ട് വെക്കും. അപ്പോൾ ഈ മുകളിലുള്ള വെള്ളമൊക്കെ തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് നമ്മൾ തുടച്ചൊന്നും കളയരുത്. തന്നെത്താനെ അത് എല്ലാം ഉണങ്ങി വന്ന് കഴിയുമ്പോഴേക്കും നല്ല എണ്ണ അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ദോശ ചുടുകയാണെന്നുണ്ടെങ്കിൽ ദോശ കല്ലയിൽ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. മാത്രമല്ല നല്ലെണ്ണ യൂസ് ചെയ്ത് നമ്മൾ ദോശ ചുടുമ്പോൾ നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ദോശക്കും സ്വാഭാവികമായിട്ട് ടേസ്റ്റ് കൂടാറുണ്ട്. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ദോശക്കല്ല് എടുത്ത് വെക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ദോശ ചുട്ട് അതേ വഴിക്ക് ഒരിക്കലും കല്ലവിടെ അങ്ങനെ വെച്ചിട്ട് പോകരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ദോശ എടുക്കാൻ നേരത്ത് വീണ്ടും അതിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ ചുടാനാണെങ്കിലും ഓംലേറ്റ് എടുക്കാനാണെങ്കിലും ചപ്പാത്തി എടുക്കാനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഈ രീതി ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ദോശ എടുത്ത സമയത്ത് തീ കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ദോശ പൊട്ടിപ്പോയത്. പക്ഷേ കല്ലിൻ്റെ പ്രശ്നമൊന്നും അല്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ദോശ എല്ലാം ചുട്ട് കഴിഞ്ഞ് ഇപ്പം ഞാൻ ബ്രെഡും ഇതിനകത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ബട്ടറിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തു. അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അത് ഞാൻ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ദോശക്കല്ല് ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടോടുകൂടെ തന്നെ ഇരിക്കുമ്പോൾ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ പുരട്ടി നന്നായിട്ട് ദോശക്കല്ല് നല്ല വൃത്തിയായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശക്കല്ല് നെക്സ്റ്റ് ടൈം നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. യാതൊരു പ്രശ്നവും വരില്ല. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ എപ്പോഴും ദോശക്കല്ല് ഇതുപോലെ യൂസ് ചെയ്യണം. എൻ്റെ ഈ ദോശക്കല്ല് ഏകദേശം ഇപ്പോൾ ഒരു 9 വർഷം ആവാറായിട്ടോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ യാതൊരു പ്രോബ്ലം ഇല്ല. നിങ്ങളൊന്ന് ഈ ഹാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.